നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആ ആദ്യത്തെ അധ്യായം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? അതെ, പുരാതന നദീതട സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വിശകലനത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു വെറും ചരിത്രമല്ല കേട്ടോ, നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിന്റെ അടിത്തറ എവിടെ, എങ്ങനെ പാകി എന്നതിന്റെ അതിമനോഹരമായ ഒരു കഥയാണ്. നമ്മൾ യാത്ര തുടങ്ങുന്നത് തന്നെ ഉത്തരം കിട്ടാത്ത വലിയൊരു അത്ഭുതത്തിൽ നിന്നാണ്. കാടുകളിൽ വേട്ടയാടിയും അലഞ്ഞുതിരിഞ്ഞും നടന്നിരുന്ന മനുഷ്യർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലോകം കണ്ട ഏറ്റവും മികച്ച നഗരങ്ങൾ പടുത്തുയർത്താൻ തുടങ്ങിയത് എങ്ങനെയാണ്? ശരിക്കും ആ വലിയ മാറ്റം എങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ കാലത്തിൽ കുറച്ചൊന്ന് പുറകോട്ട് സഞ്ചരിക്കണം. ലോകചരിത്രത്തിന്റെ തുടക്കം കുറിച്ച വെങ്കലയുഗത്തിലേക്ക്, അഥവാ ബ്രോൺസ് ഏജിലേക്ക്. നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഇതായിരുന്നു. അവർ കാലാകാലങ്ങളായുള്ള ആ നാടോടി ജീവിതവും വേട്ടയാടലുമൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. എന്നിട്ട് ഒരിടത്ത് സ്ഥിരതാമസമാക്കി കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ ഒരൊറ്റ തീരുമാനമാണ് പിന്നീടുള്ള മനുഷ്യ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചത് എന്ന് പറയാം. പക്ഷേ അവർക്കെവിടെയെങ്കിലും പോയി വെറുതെ അങ്ങ് സ്ഥിരതാമസമാക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഈ പുതിയ ജീവിതം പടുത്തുയർത്താൻ അവർക്കൊരു മാന്ത്രിക ചേരുവ ആവശ്യമായിരുന്നു. നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക, അതിജീവനത്തിനായി പൊരുതുന്ന ഒരു പുരാതന മനുഷ്യനാണ് നിങ്ങൾ. ഈ ലോകത്ത് ജീവിക്കാൻ ഇത്രയധികം സ്ഥലങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ സ്ഥിരമായ ഒരു വീട് വയ്ക്കാൻ ഒരു നദീതീരം തന്നെ നിങ്ങൾ എന്തിനായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഇതിനൊരു കാരണമുണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. നദികളാണ് അവർക്ക് അതിജീവനത്തിനുള്ള ഏറ്റവും മികച്ച പാക്കേജ് നൽകിയത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് നദികൾ കൊണ്ടുവന്നു. ഇത് വെച്ചവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ടാക്കാമായിരുന്നു. പിന്നെ കുടിക്കാനും കൃഷിക്കും വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ ആവശ്യമായ വെള്ളം എപ്പോഴും അവിടെയുണ്ടായിരുന്നു. റോഡുകളൊന്നുമില്ലാത്ത ആ കാലത്ത് യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനുമുള്ള നാച്ചുറൽ ഹൈവേകളായി നദികൾ മാറി. പോരാത്തതിന് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയും. ഇനി നമുക്ക് പുരാതന ലോക ഭൂപടത്തിലൂടെ ഒരു ചെറിയ യാത്ര നടത്താം. ഈ നദിക്കരകളിൽ തളിർത്തു വളർന്ന, ചരിത്രത്തെ വിസ്മയിപ്പിച്ച ആ 4 മഹത്തായ സംസ്കാരങ്ങളെ നമുക്കൊന്ന് അടുത്തറിയാം. നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് സിന്ധു നദീതട സംസ്കാരമാണ്. പേരുപോലെ തന്നെ സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തീരങ്ങളിലായി പരന്നുകിടന്നിരുന്ന ഈ വലിയ പ്രദേശം ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലുമായാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിലെ ഏറ്റവും അവിശ്വസനീയമായ കാര്യം എന്താണെന്നറിയാമോ? അവർ പുരാതന ലോകത്തെ ഏറ്റവും മികച്ച നഗരാസൂത്രകരായിരുന്നു. ഹരപ്പയും മോഹൻജൊദാരോയും പോലെയുള്ള വമ്പൻ നഗരങ്ങൾ അവർ പണിതു. കൃത്യമായി പ്ലാൻ ചെയ്ത തെരുവുകൾ, ചുട്ട ഇഷ്ടികകൊണ്ടുള്ള വീടുകൾ, പിന്നെ ഇന്നത്തെ കാലത്തെ പോലും അമ്പരിപ്പിക്കുന്ന മികച്ച ഡ്രെയിനേജ് സംവിധാനങ്ങൾ. പ്രശസ്തമായ ആ ഗ്രേറ്റ് ബാത്ത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അവരും വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. പോരാത്തതിന് വിദൂരദേശമായ മെസപ്പൊട്ടോമിയയുമായി വരെ കച്ചവടം നടത്തിയിരുന്നു. അവിടെ നിന്ന് നമ്മുടെ യാത്ര നേരെ മെസപ്പൊട്ടേമിയയിലേക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ആ നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇന്നത്തെ ഇറാഖ്, കുവൈറ്റ്, സിറിയ എന്നിവയുടെ ഭാഗങ്ങളിലാണ് ഈ പ്രദേശം വരുന്നത്. സുമേരിയൻ, ബാബിലോണിയൻ, അസീരിയൻ, കാൽഡിയൻ സംസ്കാരങ്ങളുടെയൊക്കെ ഒരു വലിയ വിളനിലമായിരുന്നു ഇവിടം. ഇവിടെ വെച്ചാണ് സുമേറിയക്കാർ മനുഷ്യരാശിക്കായി ആ വലിയ കുതിച്ചുചാട്ടം നടത്തിയത്. ലോകത്തിലെ ആദ്യത്തെ എഴുത്തുവിദ്യ, അതായത് ക്യൂനിഫോം എന്ന ലിപി അവർ വികസിപ്പിച്ചെടുത്തു. അക്ഷരങ്ങൾ ചരിത്രത്തിലേക്ക് ആദ്യമായി പിറന്നു വീണത് ഇവിടെ നിന്നാണെന്ന് പറയാം. അത് ചില്ലറ കാര്യമല്ല കേട്ടോ. എഴുത്തു മാത്രമല്ല, അവർ ആകാശത്തോളം ഉയരത്തിൽ വലിയ ആരാധനാലയങ്ങളും നിർമ്മിച്ചിരുന്നു. സിഗുറാത്തുകൾ എന്നാണ് ഈ കൂറ്റൻ കെട്ടിടങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായ ബാബിലോണിലെ തൂക്കുതോട്ടങ്ങളും ഈ സംസ്കാരത്തിന്റെ തന്നെ അമൂല്യമായ ഒരു സംഭാവനയാണ്. ഇനി നമ്മൾ പോകുന്നത് വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലേക്കാണ്. ഈ സാമ്രാജ്യം അവിടുത്തെ പുഴയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നറിയണമെങ്കിൽ ഈജിപ്തിനെ അവർ വിളിച്ചിരുന്ന പേര് മാത്രം നോക്കിയാൽ മതി. നൈൽ നദിയുടെ ദാനം. അത്രമാത്രം അവർ ആ നദിയെ ആശ്രയിച്ചിരുന്നു. ഫറവോമാരുടെ നാടായിരുന്നു ഇത്. ഈ രാജാക്കന്മാരെ അവർ വെറും മനുഷ്യരായിട്ടല്ല, മറിച്ച് ദൈവങ്ങളെപ്പോലെയാണ് കണ്ടിരുന്നത്. തങ്ങളുടെ മൃതദേഹങ്ങളും ഓർമ്മകളും കേടുകൂടാതെ അനശ്വരമായി എക്കാലത്തു നിലനിർത്താനാണ് ഈ ഫറവോമാർ നമ്മളീ കാണുന്ന ഭീമാകാരമായ പിരമിഡുകൾ പണിതുയർത്തിയത്. തങ്ങളുടെ ഈ ഇതിഹാസ കഥകളും ചരിത്രവുമൊക്കെ രേഖപ്പെടുത്തി വയ്ക്കാൻ ഈജിപ്തുകാർ ഹൈറോഗ്ലിഫിക്സ് എന്നൊരു പ്രത്യേക ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. പപ്പായറസ് ചെടിയുടെ തണ്ടുകളിൽ നിന്ന് അവർ ആദ്യത്തെ കടലാസ് നിർമ്മിക്കുകയും അതിൽ ഇതെല്ലാം എഴുതിവെക്കുകയും ചെയ്തു. അതിലും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ളൊരു കലണ്ടറും അവർ ആ കാലത്ത് തന്നെ ലോകത്തിന് നൽകിയെന്നതാണ്. അവസാനമായി നമ്മൾ ഹുവാങ്ഹെ നദിയുടെ തീരത്തുള്ള പുരാതന ചൈനീസ് സംസ്കാരത്തിൽ എത്തി നിൽക്കുകയാണ്.
ജീവൻ നൽകിയ അതേ നദി തന്നെ ഇടയ്ക്കിടെയുണ്ടാകുന്ന കനത്ത വെള്ളപ്പൊക്കം കാരണം അവർക്ക് വൻ നാശനഷ്ടങ്ങളും വരുത്തിവെച്ചു. അതുകൊണ്ടുകൂടിയാണ് ഈ നദിയെ അങ്ങേയറ്റത്തെ വേദനയോടെ അവർ ചൈനയുടെ ദുഃഖമെന്ന് വിളിച്ചിരുന്നത്. പക്ഷേ പ്രകൃതിയുടെ ഇത്രയും വലിയ ദുരന്തങ്ങൾക്കിടയിലും ആ സംസ്കാരം തഴച്ചു വളർന്നു എന്നതാണ് ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ്. അവർ കൃഷിക്കും കന്നുകാലി വളർത്തലിനും വലിയ മുൻഗണന നൽകി. വളരെ മനോഹരമായ മൺപാത്രങ്ങൾ, മികച്ച വെങ്കലശില്പങ്ങൾ, അവർക്കു മാത്രമുള്ള തനതായ ഒരു ചിത്രലിപി, കൂടാതെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ സിൽക്ക് അഥവാ പട്ടുനൂൽ ഉൽപ്പാദനം. ഇതൊക്കെ ചൈനീസ് സംസ്കാരത്തിന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. ശരി, നമ്മളിപ്പോൾ ഈ 4 സംസ്കാരങ്ങളെയും പറ്റി കേട്ടല്ലോ. വലിയ വലിയ മരുഭൂമികളാലും പർവ്വതങ്ങളാലും പരസ്പരം വേർതിരിക്കപ്പെട്ടിട്ടും ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സമാനതകളുണ്ടായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നോ? പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ തന്നെ ഈ 4 സംസ്കാരങ്ങളും സ്വന്തമായി കേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ആളുകളുടെ കഴിവുകൾക്കനുസരിച്ച് തൊഴിൽ വിഭജനം നടത്തി. കണക്കുകളും വിവരങ്ങളും സൂക്ഷിക്കാൻ അവരവരുടേതായ എഴുത്തുവിദ്യകൾ വികസിപ്പിച്ചു. ജലസേചനത്തിനുള്ള അണക്കെട്ടുകൾ തൊട്ട് ഗണിതത്തിലും ശാസ്ത്രത്തിലും വരെ അവർ വലിയ പുരോഗതി നേടി. പോരാത്തതിന് അതിർത്തികൾ കടന്നു സമുദ്രങ്ങളിലൂടെ വരെ വ്യാപാരം നടത്തി. ഭൂമിയുടെ പല കോണുകളിലായി യാതൊരു സമ്പർക്കവുമില്ലാതെ മനുഷ്യന്റെ ബുദ്ധിശക്തി എത്രത്തോളം സമാനമായാണ് പ്രവർത്തിച്ചതെന്ന് നോക്കൂ. ഈയൊരു ചിന്ത നമ്മളെ എത്തിക്കുന്നത് ഈ വിശകലനത്തിന്റെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആശയത്തിലേക്കാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മികച്ച നഗരാസൂത്രണം, കൃഷിരീതികൾ, എഴുത്തുവിദ്യ, നിയമവ്യവസ്ഥകൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനം പാകിയത് ഈ നദീതടങ്ങളിലാണ്. അതുകൊണ്ടുതന്നെയാണ് ചരിത്രം ഈ പുരാതന നദീതീരങ്ങളെ തികച്ചും അർത്ഥവത്തായി മനുഷ്യനാഗരികതയുടെ തൊട്ടിലുകൾ എന്ന് വിളിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന മോഡേൺ സൊസൈറ്റി അക്ഷരാർത്ഥത്തിൽ ജനിച്ചു വീണത് അവിടെയാണ്. ഈ ചരിത്രാന്വേഷണം എവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം വിട്ടുതരികയാണ്. നാളെ നിങ്ങൾ ടാർ ചെയ്ത ഒരു റോഡിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ ഒരു ചെറിയ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴോ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക ജീവിതവും സൗകര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ആ പുരാതന നദീതീരങ്ങളിൽ വെച്ച് ആദ്യത്തെ മനുഷ്യനെടുത്ത ആ ചെറിയ ചുവടുവെപ്പുകളുടെ ഒരു തുടർച്ച മാത്രമല്ലേ? ഈയൊരു ചിന്ത നിങ്ങളുടെ ലോകത്തെ കാണുന്ന രീതി തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.